ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കത്തിൽ സർക്കാർ ഒത്താശയോടെയുള്ള നാടകം അവസാനിപ്പിക്കണമെന്ന് ഓർത്തഡോക്സ് സഭ. പുളിന്താനം, മഴുവന്നൂർ പള്ളികളിൽ കോടതി വിധി നടപ്പാക്കാൻ എന്ന വ്യാജേന സർക്കാർ നാടകം കളിക്കുന്നുവെന്ന് കോട്ടയം ഭദ്രാസനാധിപൻ ആരോപിച്ചു. ഭിന്നത നിലനിർത്തി ലാഭം കൊയ്യാനല്ല സർക്കാരും പാർട്ടികളും ശ്രമിക്കേണ്ടത് എന്നും സഭ പറഞ്ഞു. ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്ക വിഷയത്തിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കാതെ സംസ്ഥാന സർക്കാർ നാടകം കളിക്കുകയാണെന്ന് നേരത്തെ ഓർത്തഡോക്സ് സഭ ആരോപിച്ചിരുന്നു. വിധി നടപ്പാക്കാൻ പള്ളികളിലേക്ക് എത്തുമ്പോൾ യാക്കോബായ വിഭാഗവുമായി ചേർന്ന് മുൻധാരണ പ്രകാരം പോലീസ് പ്രവർത്തിക്കുന്നുവെന്നാണ് ഓർത്തഡോക്സ് സഭയുടെ ആരോപണം. പുളിന്താനം സെന്റ് ജോൺസ്, മഴുവന്നൂർ സെന്റ് തോമസ് പള്ളികളിലും സമാന സംഭവങ്ങളാണ് ആവർത്തിച്ചതെന്നും ഓർത്തഡോക്സ് സഭ കോട്ടയം ഭദ്രാസനാധിപൻ പറഞ്ഞു. പള്ളികളിൽ സംഘർഷാവസ്ഥ നിലനിർത്തി ചർച്ച് ബില്ല് വരുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് സർക്കാരിന്റെ തന്ത്രമെന്നും അദ്ദേഹം വിമർശിച്ചു. ഇത് കൃത്യമായി മനസ്സിലാക്കി ആണോ പ്രവർത്തിക്കുന്നത്, അതോ ഇങ്ങനെ ഭയപ്പെടുത്തി ഇങ്ങനെ മുന്നോട്ട് പോകാം, അങ്ങനെയാകുമ്പോൾ കാര്യങ്ങൾ നടക്കും എന്നൊരു ധാരണയാണ്. ബില്ല് വരും എന്നൊരു പരിപാടിയായിരുന്നു. അതിപ്പോഴും ഒരു ഭീഷണിയായിട്ട് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ നിർത്തി കോടതിയിൽ നിന്ന് വിധി വരുന്ന പള്ളികളിൽ നിയമം നടപ്പിലാക്കാതെ മുന്നോട്ട് പോകുന്നത് എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകാനാണ് എന്നുള്ളത് ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി കാണുമെന്നാണ് എൻ്റെ ഒരു വിചാരം. ഇത് അവസാനിപ്പിക്കുവാനും രാജ്യത്തെ നീതി നിയമ വ്യവസ്ഥിതികൾ കൃത്യമായി പാലിക്കപ്പെടുവാനും കേരളത്തിലെ ഭരണ സംവിധാനം തയ്യാറാകണമെന്ന് മാത്രമാണ് എനിക്ക് ഇവിടെ ഓർമ്മിപ്പിക്കാനായിട്ട് ഉള്ളത്. മറ്റു വിഭാഗവുമായി ചേർന്ന് സുപ്രീം കോടതി വിധി നടപ്പാക്കാതിരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. എതിർപ്പ് രൂക്ഷമെന്ന് കാണിച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കം. ഭിന്നത നിലനിർത്തി ലാഭം കൊയ്യാനല്ല സർക്കാരും പാർട്ടികളും ശ്രമിക്കേണ്ടതെന്നും സഭ വ്യക്തമാക്കി. സുപ്രീം കോടതി വിധിക്കെതിരെ അതിന് മുകളിലായ ഒരു നിയമനിർമ്മാണത്തിന് സർക്കാർ തയ്യാറാകില്ല എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചെയ്യേണ്ട ഒരു മിനിമം മര്യാദകളുണ്ട്. ഒരു ഭിന്നതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിലനിർത്തിക്കൊണ്ട് ലാഭം കൊയ്യാനല്ല, മറിച്ച് നീതി നടപ്പാക്കാനാണ് സർക്കാർ അധികാരികൾ ശ്രദ്ധിക്കേണ്ടത്. കോടതി ആവർത്തിച്ച് കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടും വിധി നടപ്പാക്കാത്തത് നിയമവ്യവസ്ഥയെ അട്ടിമറിക്കുന്നതാണെന്നും ഓർത്തഡോക്സ് സഭ കുറ്റപ്പെടുത്തി. ജനം, കോട്ടയം.